السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. meine സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സിദ്ദീസ് സംസാരിച്ചതായ സബ്ജക്റ്റ് മദീനയിൽ ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ ഖാസിം സംസാരിച്ച വിഷയം തന്നെയാണ്. ഹാജിമാരെ ബാധിക്കുന്ന, ഹാജിമാരെ അഭിമുഖീകരിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതായ ഈ മഹാ സൽക്കർമ്മത്തിൽ നിന്നിട്ട് അവരും ലോകവും പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചും ആ മഹാഭൂമികളുടെ പ്രത്യേകതയെക്കുറിച്ചും അപ്രകാരം ഹാജിമാരുടെ പ്രത്യേകതയെക്കുറിച്ചും അവർ ഉൾക്കൊള്ളേണ്ട, ഗ്രഹിക്കേണ്ട, മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഇത്തഖുല്ലാഹ ഹഖ്ഖ തഖ്വ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക മുസ്ലിങ്ങളെ, ഹാജിമാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാജിമാരോട് അഭിമുഖീകരിച്ചുകൊണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസി സംസാരിച്ചപ്പോൾ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ സമ്പാദിക്കുക, ഏറ്റവും ഉയർന്ന ഏറ്റവും നല്ല സമ്പാദ്യം അത് തഖ്വയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് സമ്പാദിക്കേണ്ടത് തഖ്വയാണ്. തഖ്വ അള്ളാഹുവിൽ നിന്നിട്ട് ശക്തികൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാതിരിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്നതായ മഹാക്രോധവും മഹാപാപവും മഹാകോപവും മഹാശിക്ഷയും, ആ മഹാശിക്ഷയിൽ നിന്നിട്ട്, കോപത്തിൽ നിന്നിട്ട്, ശാപത്തിൽ നിന്നിട്ടൊക്കെ രക്ഷപ്പെടാനുള്ളതായ വിലങ്ങ് തടിയാണ്, ഒരു തടസ്സമാണ് തഖ്വ. ആ തടസ്സം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. എല്ലാ ഇബാദത്തുകളുടെ കൂടെയും അള്ളാഹു തഖ്വ പറയുന്നതായിട്ട് കാണാം. നോമ്പാവട്ടെ, നമസ്കാരമാവട്ടെ, എല്ലാ ഇബാദത്തുകളും തഖ്വയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ വിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് ആ തഖ്വ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഇവിടുന്ന് സമ്പാദിക്കാൻ പറ്റുന്നത് പോലെയുള്ളതായ തഖ്വ വേറെ എവിടുന്നും നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നതായ ഭൂമിയിലേക്കാണ് നിങ്ങൾ അള്ളാഹു ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതുകൊണ്ടും ആദരിച്ചതുകൊണ്ടുമാണ് ഈ വിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണ്ട് വിളിച്ചതായ വിളിയുടെ ഫലമായിട്ട് ആ വിളി കേട്ടതായ വിഭാഗമാണല്ലോ ഈ ഹജ്ജിന് വേണ്ടി വരിക. അള്ളാഹുവിന്റെ കൽപ്പനയാണ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ജനങ്ങളിൽ നിങ്ങൾ ബാങ്ക് വിളിക്കുക അഥവാ അനൗൺസ് ചെയ്യുക ഹജ്ജിന് വേണ്ടി എന്ന് പണ്ട് പറഞ്ഞതായ ആ കൽപ്പന അനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഹാജിമാരോടാണ് സംസാരം. നിങ്ങൾ ഈ വന്നതായ വിവരവ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണമല്ല, അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹു സെലക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അള്ളാഹു നിങ്ങളെ ഏത് സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ചുവോ, ഏത് ബഹുമതിക്ക് വേണ്ടി, ബഹുമാനം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെ സെലക്ട് ചെയ്തുവോ, അത് കരഗതമാക്കിയിട്ടല്ലാതെ നിങ്ങൾ പോകരുത്. അത് കരഗതമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു സെലക്ട് ചെയ്തതായ ഈ മഹാമഹദ്, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തതായ ആ വിശുദ്ധ കഅബ ഉൾക്കൊള്ളുന്നതായ മക്ക, ആ ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തന്ന അതിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വാഴ്ത്തിയിട്ടുണ്ട്, എത്ര പുകഴ്ത്തിയിട്ടുണ്ട്, എത്ര ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഅബ സ്ഥാപിക്കാൻ വേണ്ടി, കഅബ കെട്ടാൻ വേണ്ടി സെലക്ട് ചെയ്തതായ ഭൂമിയാണ് വിശുദ്ധ മക്ക. അങ്ങനെയുള്ള മക്കയിലേക്ക് തന്നെയാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചതും ക്ഷണിച്ചതും കൊണ്ടുവന്നതും. കാലങ്ങൾ സ്ഥിരീകരിച്ചതായ യാഥാർത്ഥ്യത്തിൽപ്പെട്ടതാണ്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ആരംഭിച്ചതും കഅബ കെട്ടിയതും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബ കെട്ടാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സഹായിച്ചതും അതിന്റെ പരിസരത്തിൽ വെച്ചിട്ടാണ് അള്ളാഹുവിന് മാത്രം ആരാധിക്കുക എന്നതായ ആ തത്വം സ്ഥാപിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നതായ ബിംബങ്ങളെ തകർത്തി തെരിപ്പണമാക്കിയിട്ട് അതിന് പകരം അള്ളാഹുവിന് മാത്രം ആരാധന സ്ഥാപിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അലൈഹിമുസ്സലാം തുടങ്ങി വെച്ചതായ ആ മഹാ തൗഹീദിന്റെ ചിഹ്നം അത് പൊക്കിപ്പിടിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളും ഇവിടെ വന്നിട്ടുള്ളത്. അവർ ചെയ്തതായ സൽക്കർമ്മത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ സ്ഥാപിക്കാൻ വേണ്ടി, പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. ലബ്ബൈക
അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് അതേ അള്ളാഹുവിന് മാത്രം മറുപടി നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ചിഹ്നത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനല്ലാതെ ഞങ്ങളുടെ ലക്ഷ്യമേ ഇല്ല, ഞങ്ങൾ അവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ മറുപടി നൽകിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്ന് ലാ ശരീക ലക്, അള്ളാഹുവെ ഇതിൽ ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുന്നതല്ല, നിനക്കിതാ ഞങ്ങൾ മറുപടി നൽകി വന്നിരിക്കുകയാണ് എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അതേ കാര്യങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കി, ഇതേ നാട്ടിൽ വെച്ചിട്ട് നടപ്പാക്കി, അത് നടപ്പാക്കി കാണിച്ചു തരുകയും ചെയ്തു. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ പ്രവർത്തനം അതുപോലെയായിരിക്കണം നാമും ചെയ്യേണ്ടത്. മദീന ഇമാമു ഊന്നി പറഞ്ഞതുപോലെ അങ്ങനെയുള്ളതായ ആ മഹാപ്രത്യേകത നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ ദുയൂഫുർ റഹ്മാനി എന്നും ഉഫൂദുർ റഹ്മാനി എന്നും പറയുന്നു. ഉഫൂദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിവേകത സംഘം എന്നതാണ്. എല്ലാ ഭാഗത്തിൽ നിട്ടും മിൻകുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ ദാനാഭാഗത്തിൽ നിട്ടും അദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഞാൻ ഓതിവെച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞ ശൈലിയാണ് അദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് അതൂക റിജാല, നിങ്ങൾ ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി ജനങ്ങൾക്ക് അനൗൺസ് നൽകുക, അവർ ലോകത്തിന്റെ നാനാതുറകളിൽ നിട്ടും മുക്കിൽ നിട്ടും മൂലയിൽ നിട്ടും ഈ വിശുദ്ധ ഭൂമിയിലേക്ക് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നതാണ്. അത് എന്തിനാണ് വരേണ്ടത്? ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവരുടെ മനാഫിഅകൾ ഇഹത്തിലും പരത്തിലും അവർക്ക് സമ്പാദിക്കാനുള്ള സമ്പാദ്യത്തെ ഈ പുണ്യഭൂമിയിലൂടെ നേടിയെടുക്കാൻ, കണ്ടുപഠിച്ച് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ അവർ വന്നിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകളിൽ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മശായിറുകൾ, അള്ളാഹുവിന്റെ ഷായിറുകൾ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് ഒരേ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അമ്നുകളും അമാനും കഴിഞ്ഞ വെള്ളിയാഴ്ച നാം കേട്ടതുപോലെ സുരക്ഷിതത്വമുള്ള അന്തരീക്ഷവും ഇവിടെ കാണാൻ സാധിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ ആദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിച്ചതായ വീടും നിങ്ങളുടെ മുമ്പിലാണ് ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമ ഇബ്രാഹിം എന്ന ആയത്ത് കൂടി മക്ക ഇമാം ഓതുകയുണ്ടായി. ആ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്ന പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ഹിദായത്തിന് വേണ്ടി ലോകത്തിൽ ആദ്യം സ്ഥാപിച്ചതായ വീട് അതാണ് ലല്ലദീ ബിബക്കത മുബാറക, പവിത്രതയുള്ളതായ ആ ബക്കയിലുള്ള അഥവാ മക്കയിലുള്ളതായ ആ കഅബം എന്ന് അല്ലാഹു പറയുകയുണ്ടായി. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമ ഇബ്രാഹിം, അവിടെ വലിയ ദൃഷ്ടാന്തമുണ്ട്, ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, അതിൽ പെട്ടതാണ് മഖാം ഇബ്രാഹിം എന്ന് പ്രത്യേകം അല്ലാഹു നീ പറയുകയുണ്ടായി. അതുകൊണ്ട് മക്ക ഇമാം പറയുന്നു നസൽതും അഹ്ലൻ വഹലൽതും സഹല, നിങ്ങൾക്ക് വെൽക്കം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ സ്വീകരണം, അള്ളാഹുവിന്റെ അതിഥികളാണ് നിങ്ങൾ എന്ന് പറയുകയും ഹനീ അല്ലക്കും, നിങ്ങൾക്ക് വളരെ സന്തോഷം, നിങ്ങൾക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും മാത്രമുള്ളതായ ഒരു സുവർണാവസരം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അത് ഇസ്തിഹ്ദാർ ചെയ്യണം. അഥവാ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഇപ്പോൾ എവിടേക്കാണ് എത്തിയിട്ടുള്ളത്, നിങ്ങൾ അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച ശൈലി എന്താണ്, ഇതൊക്കെ ഇസ്തിഹ്ദാർ ചെയ്താൽ, അതൊക്കെ ഹൃദയത്തിലൊന്ന് കറക്കിയാൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും രോമാഞ്ചമുണ്ടാകും. പ്രത്യേകിച്ച് ഇനിമേലിൽ ഇങ്ങനെ ഈ വിശുദ്ധ കഅബ കറങ്ങാൻ വേണ്ടി തൗഫീഖ് ചെയ്ത, തവാഫ് ചെയ്യാൻ വേണ്ടി തൗഫീഖ് ചെയ്ത, സഈ ചെയ്യാൻ വേണ്ടി തൗഫീഖ് ചെയ്ത, അതുപോലെ തന്നെ അർഫയിൽ നിർത്തിയ, മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ ചാൻസ് നൽകിയ, അതുപോലെ തന്നെ മിനയിൽ രാപ്പാർക്കാൻ ചാൻസ് നൽകിയ, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവർത്തിച്ചതുപോലെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാട്ടിയതുപോലെ മകനെ വധിക്കാൻ വേണ്ടി പോയതായ സ്ഥലത്ത് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അറവ് അവിടെ മുതൽ ശറഅാക്കുകയുണ്ടായി. ആ അറവിനെ അറക്കുകയും ആജിമാര് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവർത്തിച്ചതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും നാമും പ്രവർത്തിച്ചുകൊണ്ട് അത് ആ സ്മരണങ്ങൾ നിലനിർത്തിയും കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന, ആ ചിഹ്നങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഹാജിമാരെ, ഹജ്ജുമ്മമാരെ നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്, നിങ്ങളിപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നത് ഹജ്ജിലൂടെ എന്നത് ഓർക്കുമ്പോൾ നിങ്ങൾ ആര്, നിങ്ങൾ അള്ളാഹു ഉയർത്തിയതായ സ്റ്റാൻഡേർഡ് എത്ര വലിയതാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം ചെയ്തു തന്നതായ ഈ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ ഹാജിയാര് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്റെ ശൈലിയിൽ വാല് കുഴലിട്ടതുപോലെ കുഴല് വലിക്കുമ്പോൾ വാല് വളയുന്ന രൂപത്തിൽ സംഭവിച്ചു പോകരുത്. നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവരവരുടെ വസതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഹജ്ജ്
ചെയ്തതായ ഹജ്ജ്, അവർ കണ്ടതായ നാട്, അവർ കണ്ടതായ ദൃഷ്ടാന്തങ്ങൾ, അവർ കണ്ടതായ അള്ളാഹുവിന്റെ ആ പ്രധാനപ്പെട്ടതായ മനാഫികൾ, അവർക്ക് ഇഹത്തിലും പരത്തിലും ഫലപ്രദമാകുന്ന ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമായ ആ മനാഫികൾ അവര് നിലനിർത്തിയും കൊണ്ട് 5 വക്ത് നമസ്കാരം കൃത്യമായി നമസ്കരിച്ച്, അതുപോലെ തന്നെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിന്റെ എല്ലാ മുസ്ലിങ്ങളുടെ തുറകളിൽ അവര് തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് തൗഹീദിന്റെ ആ മഹാചിഹ്നത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അവനോട് മാത്രം കേണപേക്ഷ, അവന് മാത്രം ആരാധനയുടെ എല്ലാ ഇനങ്ങൾ, അറവാവട്ടെ നേർച്ചയാവട്ടെ എല്ലാം അള്ളാഹ്ക്ക് മാത്രം ആരാധനകളുടെ എല്ലാ ഇനങ്ങളും അള്ളാഹ്ക്ക് മാത്രം എന്നതായ ആ ചിഹ്നത്തെ സംരക്ഷിച്ചുകൊണ്ട് മരണം വരെ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പാടുപെടുക. അതാണ് നിങ്ങൾ ഈ വിശുദ്ധ കാബം കണ്ടതിന് ശേഷം ചെയ്യേണ്ടത്. അള്ളാഹു പറയുന്നു, ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തുൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ബൈത്തുൽ ഹറാമാകുന്ന അഥവാ കഅബത്തിനെ ജനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ മതത്തെ സ്ഥാപിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നമസ്കാരം സ്ഥാപിക്കാൻ വേണ്ടി, ഹജ്ജ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്തതായ ഒന്നാണ്. അതുപോലെ തന്നെ ആ മാസവും അങ്ങനെ തന്നെ, ആ നിങ്ങൾ വരുന്നതായ മാസം അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളിലാണ്, അള്ളാഹു ബഹുമാനിച്ച ദിവസങ്ങളിലാണ്, അള്ളാഹു ഹറമാത്തുകളാക്കി മാറ്റിയതായ മാസങ്ങളിലാണ് നിങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് ചെയ്യിപ്പിക്കുന്നത്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ഈ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രതയുള്ളതാക്കി മാറ്റി പ്രഖ്യാപിച്ചു. ഏതുവരെ? ഖിയാമത്ത് നാൾ വരേക്കും. അത് ഈ ഭൂമി ഖിയാമത്ത് നാൾ വരേക്കും ഹുർമത്തുള്ള പവിത്രതയുള്ളതായ ഭൂമിയാണ്. മുത്തഫഖുൻ അലൈഹി ഹദീസ് വന്നതുപോലെ, വമൻ യുഅദ്ദിം ശആയിറല്ലാഹ്. അതുകൊണ്ട് ഹാജിമാരെ, നിങ്ങൾ ഈ ഭൂമിയെ ആദരിച്ച് ബഹുമാനിച്ച് അവന്റെ ശആയിറിനെ, അവന്റെ ചിഹ്നങ്ങളെ പൊക്കിപ്പിടിച്ച് അതിനെ ബഹുമാനിച്ച് ആദരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയത്തിന്റെ അകത്ത് തഖ്വയുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്നതുപോലെ ഭയപ്പെടുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ശരിക്ക് മുറാഖബത്ത് നടത്തുന്നുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ്. അതുപോലെ തന്നെ നേരെ വിപരീതമാണെങ്കിൽ അവിടെ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുകയോ അക്രമങ്ങളും അനീതിയും കാട്ടുകയോ, അപ്രകാരം തന്നെ പലരും അറിവില്ലാത്തവർ, ശിർക്ക് ചെയ്ത് പരിചയമുള്ളവർ മക്കയിൽ വെച്ചിട്ട് പോലും ശിർക്ക് ഒഴിവാക്കാറില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുക പോലത്തതായ നീച നികൃഷ്ട പ്രവർത്തനങ്ങൾ ആ കഅബയിൽ വെച്ചിട്ട് വരേക്കും ചെയ്യുന്നവരുണ്ട്, അറഫയിൽ വരെ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മിനയിലും ചെയ്യുന്നവരുണ്ട്, മുസ്ദലിഫയിലും ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ആരാണ്, എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അവർ ഓർക്കണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. മക്കയിൽ വെച്ചിട്ടും പുണ്യഭൂമിയിൽ വെച്ചിട്ടും ആ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളുടെ പരിസരത്തിൽ വെച്ചിട്ടും ഒരാൾ ശിർക്ക് ഒഴിവാക്കുന്നില്ലെങ്കിൽ, ഒരാൾ തൗഹീദ് ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനെ കഠിനമായ ശിക്ഷ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല ഊന്നിപ്പറഞ്ഞതായ ഭാഗം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നാട്ടിന് പവിത്രത നൽകിയിട്ടുണ്ട്, ഈ നാട്ടിനെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഖത്ത് അഹ്മർ എന്നാണ് മക്ക ഇമാം പറഞ്ഞത്. അഥവാ ചുവന്ന വരി ഇതാണ്, ഖത്താണ് ഈ നാട്ടിന്റെ മുമ്പിൽ. അഥവാ ഇവിടെ അക്രമം പാടില്ല, അനീതി പാടില്ല, അനാചാരം പാടില്ല, തോന്നിവാസം പാടില്ല, പ്രത്യേകിച്ച് ശിർക്ക് പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച് ആദരിച്ച നാടാണ്. ഇത് തൊട്ടുകളിക്കാൻ പാടില്ല, ഇതിന്റെ പവിത്രതയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അതുകൊണ്ട് ഹാജിമാരെ, നിങ്ങൾ ഇവിടെ നിന്ന് ഉൾക്കൊള്ളുന്നതായ ആ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രാഹിം മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈഅ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കഅബം കെട്ടാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ ഈ സ്ഥലത്താണ് നിങ്ങൾ കഅബത്തെ പുനരുദ്ധാരണം ചെയ്യേണ്ടതെന്ന് ഇബ്രാഹിം നബിയോട് കൽപ്പിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചതായ ശൈലി ഇത് ബവ്വഅനാ ഇബ്രാഹിം മക്കാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ശൈഅ. ഇത് ശിർക്ക് നിർമാർജന കേന്ദ്രത്തെയാണ് നിങ്ങൾ ഇവിടെ കെട്ടേണ്ടത്. നിങ്ങൾ ശിർക്ക് നിർമാർജന കേന്ദ്രത്തെയാണ് ഇവിടെ കെട്ടുന്നത്. അപ്പോൾ ഈ കാബം കൊണ്ട് ലക്ഷ്യം തന്നെ ഈ കാബത്തിലേക്ക് വരുന്നവർ, ഈ കാബത്തിനെ ബഹുമാനിക്കേണ്ടവർ, ഈ കാബത്തിനെ ആദരിക്കുന്നവർ, ഈ കാബത്തിലേക്ക് ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വരുന്നവർ, അവര് ഉൾക്കൊണ്ടു പോകേണ്ടതായ തത്വം എന്താണ്? ശിർക്ക് നിർമാർജനമാണ്. ജീവിതത്തിൽ നിന്നിട്ട് ശിർക്ക് ഒഴിവാക്കുക, തൗഹീദിലേക്ക് കയറി വരിക, ശിർക്ക് എന്താണെന്ന് പഠിക്കുക, തൗഹീദ് എന്താണെന്ന് പഠിക്കുക, എന്നിട്ട് ശിർക്കിനെ വിട്ടുനിൽക്കുക, എന്നിട്ട് തൗഹീദിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് വേണ്ടത് എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഈ മക്കയെ കുറിച്ച് പറഞ്ഞതായ പല പ്രത്യേകതകളും ഇന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി.
അതുകൊണ്ട് ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വന്നു പോകുമ്പോൾ ഈ വിശുദ്ധ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവിൽ ഇവിടെ ഭൗതികമായ സാധാരണ കേൾക്കാറുള്ളത് പോലെ ചില നാട്ടുകാരിൽ നിന്നിട്ട് ഇറാനികളെ പോലത്തതായ വിഭാഗത്തിൽ നിന്നിട്ട് കേൾക്കാറുള്ളത് പോലെ പല പല ഭൗതിക നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹാജിമാരുടെ ഇടയിൽ തശ്വീഷ് ഉണ്ടാക്കുന്ന രൂപത്തിൽ പല പല മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരുണ്ട്. ഇവിടെ പറയേണ്ടതായ മുദ്രാവാക്യം ഒന്ന് മാത്രമാണ്, അഥവാ മക്കയിൽ അതെന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അതല്ലാതെ മറ്റു മുദ്രാവാക്യങ്ങളൊക്കെ അഥവാ ഇസ്ലാമിക മുദ്രാവാക്യങ്ങളൊക്കെ ഇവിടെ ഒരിക്കലും പാടുള്ളതല്ല. അങ്ങനെയുള്ള ചിഹ്നങ്ങളും പാടുള്ളതല്ല. അത് പൊക്കിപ്പിടിക്കാനും പാടുള്ളതല്ല. അത് ലക്ഷ്യമാക്കാനും പാടുള്ളതല്ല. ഇവിടെ അങ്ങനെ തശ്വീഷുകൾ ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ വമൻ യുരിദ് ഫീഹി ബിൽഹാദി ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം എന്ന ആ വാണിങ്ങിൽ ആ മഹാശിക്ഷയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഹാജിമാർ. അതുകൊണ്ട് ഈ നാട്ടിൽ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് നിങ്ങൾ ഹറാമായി നിൽക്കണം, വിട്ടു നിൽക്കണം. അല്ലാഹു അനുവദിച്ചതിനെ നിങ്ങൾ ചെയ്യണം, അല്ലാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യണം. ഈ അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച മാസത്തെയും മാസങ്ങളെയും ദിവസങ്ങളെയും നാടിനെയും നിങ്ങൾ ബഹുമാനിക്കണം. ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഈ മാസത്തിൽ ഒരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റഫസ് പാടുള്ളതല്ല, ഫുസൂഖ് പാടുള്ളതല്ല, തർക്കം പാടുള്ളതല്ല, ഭിന്നിക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ സ്മരിക്കേണ്ടതാണ്, ഓർക്കേണ്ടതാണ് എന്ന് പ്രത്യേകം മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി അല്ലാഹു പറഞ്ഞതായ ഭാഗത്തെ. അതുപോലെ തന്നെ മദീന ഇമാമ് സംസാരിച്ചതായ സംസാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജുമായി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മക്കയിലും മദീനയിലും ഒരുപോലെ ഇപ്പോൾ ഹാജിമാർ നിറഞ്ഞു കിടക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന, അവർ അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരൊക്കെ ഹാജിമാരാണ് എന്നതുകൊണ്ട് അവരെ ബാധിക്കുന്ന കാര്യമാണ് രണ്ട് ഇമാമും ചർച്ച ചെയ്യാറുള്ളത്. അതുകൊണ്ട് മദീന ഇമാം പറയുകയാണ്, ജനങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ, അടിമകൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ സൽക്കർമ്മമായിട്ട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ അമാലുകളിൽ പെട്ടതാണ് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുക എന്നത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുക എന്നത് കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹജ്ജ് ചെയ്യുക എന്നത് മഹാ ശ്രേഷ്ഠതയുള്ളതായ അമലുകളിൽപ്പെട്ടതൊരു അമലാണ്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യോഗ്യമായ ഹജ്ജ് ഒരാൾ ചെയ്യുമ്പോൾ അവന് പ്രതിഫലം ലഭിക്കുന്നത് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗവും മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ അമലുകളിൽ പെട്ടതാണ് ഹാജിമാരെ നിങ്ങൾ ചെയ്യാൻ പോകുന്നതായി ഹജ്ജ് എന്നാണ് മദീന ഇമാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സംസാരത്തെ ആരംഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവചനം ചെയ്തതായ നാട്ടിലും ദിവസങ്ങളിലും സമയങ്ങളിലുമൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്രി വലയാലിൻ അശ്രി എന്നതായ ആ സത്യവചനത്തിലൂടെ ഉൾക്കൊള്ളിച്ചതായ ഭാഗമാണ് നിങ്ങൾ ഈ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ഹജ്ജ് മാസത്തിന്റെ ദിവസങ്ങൾ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അലീമിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് സത്യവചനം ചെയ്തതായിട്ട് കാണാം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ ബലദ് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹു പറഞ്ഞത് ഏത് ബലദാണ്, ഏത് നാടാണ്? അത് വിശുദ്ധ മക്കയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജിനെ നിർബന്ധമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സംസാരിച്ച ഹദീസും മദീന ഇമാം ഓതുകയുണ്ടായി. അത് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ശേഷിയുള്ള അതിന് കഴിവുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുക എന്ന് അല്ലാഹു കൽപ്പിച്ച കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതും ഇന്ന് മദീന ഇമാം ഓതിയതായ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നീ അഥവാ ഹാജി കടക്കുന്നതായ ഓരോ മേഖലകൾ, ഓരോ സ്ഥലങ്ങൾ, അവിടെയെല്ലാം അവൻ തൽബിയത്ത് ചെല്ലാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് അവൻ തൽബിയത്ത് ചെല്ലുമ്പോൾ അവന്റെ തൽബിയത്ത് കേൾക്കുന്ന എല്ലാ വൃക്ഷങ്ങൾ, എല്ലാ കല്ലുകൾ, എല്ലാ മണലുകൾ അതെല്ലാം അവരോട് കൂടി തൽബിയത്ത് ചെല്ലുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതൊക്കെ ഹാജി മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ടതായ ഭാഗമാണ് മക്ക ഇമാം ഉണർത്തിയതുപോലെ. അതെ, എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു
പറയുന്നു, ദുനൂബുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. മൻ ഹജ്ജ ഫലം യർഫുത് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു എന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് മദീന ഇമാം ഓതുകയുണ്ടായി. ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ ഹജ്ജിൽ റഫസ് ചെയ്തില്ല, അഥവാ ഇസ്ലാം വിരോധിച്ചതായ കാര്യങ്ങൾ ചെയ്തില്ല, വലം യഫ്സുഖ് അവൻ ഫിസ്ക് ചെയ്തില്ല, ഫിസ്കും റഫസും ഒഴിവാക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ഷിർക്ക് ചെയ്യാതിരിക്കുക. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ പോലത്തതായ റാത്തീബുകളിലോ മൗലൂദുകളിലോ ഇസ്ലാമിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഷിയാക്കൾ ഉണ്ടാക്കിയതായ ആ നൂലാമാലകളൊക്കെ പേറിക്കൊണ്ട് വരുന്നവർ, അറിവില്ലാത്തവരുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. രണ്ട് ഇമാമും, മക്ക ഇമാമും മദീന ഇമാമും ഉണർത്തിയതായ ഭാഗം. നമ്മുടെ മുമ്പിൽ ഖുർആനുണ്ട്, നമ്മുടെ മുമ്പിൽ സുന്നത്തുണ്ട്, നമ്മുടെ മുമ്പിൽ സലഫ് സാലിഹ്യങ്ങളുടെ മൻഹജുണ്ട്. എന്നല്ലാതെ റസൂലുള്ളാഹി വഫാത്തായിട്ട് 1000 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലേക്കും ലോകത്തിൽ പലയിടങ്ങളിലേക്കും കടന്നു വന്നതായ നൂലാമാലകളൊക്കെ മക്കയിലേക്ക് വരുമ്പോൾ പേറിക്കൊണ്ടുവരേണ്ടതല്ല. എന്നിട്ട് ഈ ശുദ്ധ അന്തരീക്ഷത്തെ അശുദ്ധിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന നീച നികൃഷ്ട പ്രവർത്തനം നിർത്തണമെന്നത് പ്രത്യേകിച്ച് മക്ക ഇമാമും മദീന ഇമാമും ഉണർത്തിയതിൽ പെട്ടതാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ കൽപ്പന, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, ഇവിടെ വന്നിട്ട് റഫസ് ചെയ്യാത്ത, ഫിസ്ക് ചെയ്യാത്ത, ഷിർക്ക് ചെയ്യാത്ത, അനാചാരം ചെയ്യാത്ത, അക്രമം ചെയ്യാത്ത, അനീതി ചെയ്യാത്ത, ഹജ്ജിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ട് തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ പോകുന്ന സന്ദർഭത്തിലാണ് അവനോട് അള്ളാഹു വാഗ്ദാനം ചെയ്തതായ സർവ്വ പാപങ്ങൾ പുറത്തു കിട്ടുക. ഇവിടുന്ന് പോകുമ്പോൾ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയായി മാറുമെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അപ്പോൾ ചെറുദോഷവും പൊറുക്കപ്പെടും, വൻദോഷം പൊറുക്കപ്പെടും എന്നതാണ്. മൻ ഹജ്ജ വലം യർഫുത് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു എന്ന ഹദീസിൽ നിന്നിട്ട് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന എന്ന ഹദീസിൽ നിന്നിട്ടും നാം പഠിക്കേണ്ടതായ പാഠം, ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ അവൻ മബ്റൂറായ ഹജ്ജാണ് ചെയ്യുന്നതെങ്കിൽ, അഥവാ സ്വീകാര്യോഗ്യമായ ഹജ്ജാണ് ചെയ്യുന്നതെങ്കിൽ, എപ്പോഴാണ് സ്വീകാര്യോഗ്യമാവുക? അത് തൗഹീദ് ഉൾക്കൊണ്ടതായി മാറണം, അത് ശർത്തത്തതായി മാറണം, അതിൽ ഇത്തിബാ വേണം, റസൂലുള്ളാഹിനോടുള്ള പിന്തുടർച്ച കൈക്കൊള്ളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ ഞാൻ ഹജ്ജ് ചെയ്തതുപോലെ ഹജ്ജ് ചെയ്യണം. എന്തുകൊണ്ട്? ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങൾ എന്റെ ഹജ്ജ് ശരിക്ക് പിടിക്കുക, ശരിക്ക് പഠിക്കുക, ശരിക്ക് ഗ്രഹിക്കുക, ശരിക്ക് മനസ്സിലാക്കുക, ശരിക്ക് ജീവിതത്തിൽ പകർത്തുക, അഥവാ നിങ്ങളുടെ ഹജ്ജിൽ പകർത്തുക. എന്തുകൊണ്ട്? ലഅല്ലീ ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ഒരു പക്ഷെ ഞാൻ കണ്ടില്ലെന്ന് വന്നേക്കാം. അഥവാ റസൂൽ പറയുന്നത് ഹജ്ജത്തുൽ വദാഇലാണ്. ഹജ്ജത്തുൽ വദാഇന് ശേഷം ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ ഇഹലോകവാസം വെടിയുകയുണ്ടായി. നമ്മുടെ നിശ്ചിത നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായ ഈ വിശുദ്ധ ഭൂമിയിൽ വെച്ചിട്ട്, അഥവാ മദീനയിൽ വെച്ചിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് ലോകത്തോട് വിട വാങ്ങുന്നതായ ഹജ്ജിലാണ്. അതുകൊണ്ട് തന്നെ റസൂൽ പറയുന്നു, ഞാൻ ഹജ്ജ് ചെയ്തതായ ഹജ്ജിനെ നിങ്ങൾ ശരിക്ക് പിടിക്കുക, പഠിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അത് പകർത്തുക എന്ന്. അതുകൊണ്ട് ഇനി റസൂല് വരാനില്ല. റസൂല് നമ്മളോട് വിട വാങ്ങാൻ പോകുന്ന സന്ദർഭമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഹജ്ജ് ചെയ്തു തരാനില്ല. അതുകൊണ്ട് ഈ ഹജ്ജ് ഞാൻ പഠിപ്പിക്കും പോലെ നിങ്ങൾ ചെയ്തോളി എന്ന് പറയും പോലെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ കാരണം. അങ്ങനെ ശിർക്കിൽ നിന്നിട്ട് മുക്തമായ രൂപത്തിൽ, ശിർക്കില്ലാത്തതായ രൂപത്തിൽ ഉള്ളതായ ഹജ്ജാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അവൻ അന്ന് പ്രസവിച്ച മക്കളെ പോലെ, ഉമ്മ അന്ന് പ്രസവിച്ച മക്കളെ പോലെ ഹജ്ജിൽ നിന്നിട്ട് ഒഴിവാകുമ്പോൾ, അറഫയോട് വിടവാങ്ങുമ്പോൾ അവൻ പുറപ്പെടുന്നതായ ഭാഗ്യം, പുറപ്പെടാനുള്ളതായ ഭാഗ്യം അവൻ അള്ളാഹു നൽകുന്നത് ഈ കാരണത്തിലൂടെയാണ്. ഏത് കാരണം? തൗഹീദ് സ്ഥാപിച്ചതിലൂടെ, ഇത്തിബാ റസൂൽ സ്ഥാപിച്ചതിലൂടെ. എന്താണ് ഇത്തിബാ റസൂൽ എന്ന് പറഞ്ഞാൽ? റസൂൽ ചെയ്തതുപോലെ ചെയ്യുക. അതുകൊണ്ട് അതിൽ നിന്നിട്ട് നാം പാഠം ഉൾക്കൊള്ളണം, മാതൃക ഉൾക്കൊള്ളണം. ഇനി മേലിൽ നിന്റെ ജീവിതത്തിൽ നീ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നീ നിന്റെ വസതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോട് പിൻപറ്റിയിട്ടല്ലാതെ മതകാര്യങ്ങളിൽ നീ ജീവിക്കാൻ പാടുള്ളതല്ല. മതകാര്യങ്ങളിൽ റസൂൽ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം, നോമ്പ് പിടിച്ചതുപോലെ നോമ്പ് പിടിക്കണം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തതുപോലെ കൊടുക്കണം. അതുപോലെ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. അത് പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം പ്രാക്ടീസ് ഉണ്ടാക്കുകയും വേണം. അതുപോലെ നമ്മുടെ പരിസരത്തുള്ളവർക്കും അത് എത്തിച്ചു കൊടുക്കാൻ നാം പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ തന്നെയാണ് ലോകത്തോട് നിങ്ങൾ ഇത് പിടിക്കുക, പഠിക്കുക, ഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞതോടുകൂടി ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്താണെങ്കിലും ശരി എന്നിൽ നിന്നിട്ട് നിങ്ങൾ കേട്ടത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് കൽപ്പിച്ചതായ കൽപ്പനയും മറക്കാൻ പാടുള്ളതല്ല. അതെല്ലാം ഹാജിമാര് ഹജ്ജ് വേളയിൽ സ്മരിക്കേണ്ട, ഓർക്കേണ്ട, അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതായ ഭാഗങ്ങളിൽപ്പെട്ടതാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകത മദീന ഇമാം പറഞ്ഞ സന്ദർഭത്തിൽ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഫൂദ് എന്നാണ്, അല്ലാഹുവിന്റെ ഉഫൂദുള്ള എന്നാണ്
എന്നാണ് പറഞ്ഞത്. നേരത്തെ അല്പം മുമ്പ് കേട്ടതുപോലെ ഉഫൂദ് എന്ന് പറഞ്ഞാൽ നിവേദക സംഘങ്ങൾ. അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങൾ 3 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് നസായി റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസിൽ കാണാം. ഒന്ന്, യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി പോരാടാൻ, അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ ആഹുതി ചെയ്യാൻ, അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കാൻ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നതായ പോക്ക്, അവർ അള്ളാഹുവിന്റെ ഉഫൂദുകളാണ്. രണ്ടാമത് ഹജ്ജിന് വേണ്ടി ഹാജിമാർ പോകുന്നതായ ആ പോക്ക്, അവരാരാണ്? ഹാജിമാർ അള്ളാഹുവിന്റെ ഉഫൂദുകളാണ്, അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങളാണ്. മൂന്നാമത്തത് ആരാണ്? അൽ മുഅ്തമിറൂൻ. അൽ മുഅ്തമിർ, ഉംറയ്ക്ക് വേണ്ടി ഹറാം കെട്ടി പോകുന്നവർ. അപ്പോൾ ഉംറയ്ക്ക് വേണ്ടി ഹറാം കെട്ടി പോകുന്നവരും അള്ളാഹുവിന്റെ ഉഫൂദുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ പ്രത്യേകത ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർ അറഫയിലേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കിയും കൊണ്ട് മലക്കുകളോട് അഭിമാനം പറയുന്നതാണ്. ഇവരെ കണ്ടില്ലേ, ഇവരെന്തിനാണ് ഇവിടെ വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇവർ വന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ലഭിക്കേണ്ടതായ ആ മഹാപ്രത്യേകതകൾ, ആ മഗ്ഫിറത്ത്, ആ പാപമോചനം, ആ നരകത്തിൽ നിന്നിട്ട് മോചനം ലഭിക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുന്നു മലക്കുകളെ, ഇവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ് എന്ന പ്രഖ്യാപനം നടക്കാൻ പോകുന്നുണ്ട്. എവിടെ വെച്ചിട്ട്? അറഫയിൽ വെച്ചിട്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ യൗമിൻ യഅതിഖുല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി, നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നതായ ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്ന ദിവസം ഇല്ലേ ഇല്ല. ഏതുപോലെ? അറഫ ദിവസത്തിൽ മോചിപ്പിക്കുന്നത് പോലെ. അത്രയും പ്രത്യേകതയുള്ളതായ ദിവസമാണ് ആ ദിവസം. ആ ദിവസത്തിൽ അറഫയിൽ നിന്നിട്ട് നരകത്തിൽ കടക്കൽ നിർബന്ധമായ പലരെയും നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്ന ദിവസമാണ്. അങ്ങനെയുള്ളതായ ആ പ്രത്യേകത അവിടെ അറഫയിൽ വെച്ചിട്ട് സമ്മേളിച്ചവർക്ക് പ്രത്യേകം കിട്ടുന്നതും അതുപോലെ തന്നെ അറഫ ദിവസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട്, അറഫ ദിവസത്തിൽ ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ളതായ പ്രത്യേകതയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് സന്തോഷിക്കാം. ഏതായാലും ഹാജിമാർക്കുള്ള പ്രത്യേകതയിൽപ്പെട്ടതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അള്ളാഹു ആദ്യം പറഞ്ഞ പിന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചതിൽപ്പെട്ടതാണല്ലോ, അവർ മഗ്ഫൂരീങ്ങളാണ്, അഥവാ പാപമോചനം ലഭിക്കുന്നവരാണ്. എവിടെ? അറഫയോട് വിട വാങ്ങുന്നതിന് മുമ്പ് അവർക്ക് അള്ളാഹു പാപമോചനം നൽകും എന്നതാണ് പറഞ്ഞത്. തൗഹീദ് സ്ഥാപിച്ചുകൊണ്ടാണ് അവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് മലക്കുകളോട് അഭിമാനം പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം അവർക്ക് പൊറുക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് അവരെ കൊണ്ട് അഭിമാനം പറഞ്ഞത്. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഭാഗമാണ്. അഥവാ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് അല്ലാഹു അഭിമാനിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് അല്ലാഹു അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ആ അഭിമാനിക്കുന്നത് അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തത് കൊണ്ടാണ്. എന്ത് കാരണത്താൽ? അവർ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി വന്നത് കാരണത്താൽ തൽബിയത്ത് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, ആ തൗഹീദിന്റെ വചനം പറഞ്ഞുകൊണ്ട്, ശിർക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ വന്നതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്വർഗ വാഗ്ദാനവും ലഭിച്ചത് എന്ന് മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. അതെ, ഇതൊക്കെ ഹാജിമാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ജീവിതം അതനുസരിച്ചിട്ട് ഭാവി ജീവിതം കെട്ടിപ്പടുത്താനാണ് യഥാർത്ഥത്തിൽ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ കെട്ടിപ്പടുത്താൻ വേണ്ടി തീരുമാനിച്ചാൽ മദീന ഇമാം തുടരുകയാണ്. അദ്ദേഹം അവിടെ ദുല്ല് സ്ഥാപിക്കുന്നു, നിന്യത സ്ഥാപിക്കുന്നു, സമർപ്പണം അള്ളാഹുവിന് വേണ്ടി സ്ഥാപിക്കുന്നു, ഭക്തിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഉബൂദിയത്ത് സ്ഥാപിക്കുന്നു. അള്ളാഹുവിന് മാത്രമേ ഇനി ഞാൻ കീഴ്വണങ്ങുകയുള്ളൂ എന്ന് അവൻ സമ്മതിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് റസൂലുള്ളാഹിന്റെ കൽപ്പന. ഞാൻ നേരത്തെ കൽപ്പിച്ചതുപോലെ റസൂലുള്ളാഹിനോടുള്ള ഇത്തിബാ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ട് അവന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ഹജ്ജിന്റെ അമലുകൾ ഓരോന്നായിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം അവൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്തുടർച്ചയും കൈകൊള്ളുന്നു. അതുകൊണ്ട് മദീന ഇമാം പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്ന ആയത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി നിങ്ങൾ എന്നെ അനുസരിക്കുക, യുഹിബ്ബുകുമുല്ലാഹ് നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടം ഇവിടെ സ്ഥാപിക്കൽ, ഇഷ്ടം ലഭിക്കൽ, സ്നേഹം ലഭിക്കൽ, സ്നേഹം സ്ഥാപിക്കൽ എന്തിലൂടെയാണ്? പിന്തുടർച്ചയിലൂടെ മാത്രമാണ്. പിന്തുടർച്ചയില്ലെങ്കിൽ എന്തില്ല? സ്നേഹമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ അള്ളാഹ് ഹലാലാക്കിയത് അവിടെ ഹറാമാക്കുന്നുണ്ട്. അഥവാ ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് അനുവദിച്ചതായ പല കാര്യങ്ങളും അവിടെ ഹറാമാക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക,
പിൻവലിക്കുക, അവരുടെ തലമറക്കുക എന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ നിന്നിട്ട് തോലോ അല്ലെങ്കിൽ നഖമോ മുറിക്കാൻ പാടില്ല, അതുപോലെ തന്നെ വാസനദ്രവ്യം പൂശാൻ പാടില്ല, അതുപോലെ തന്നെ നിക്കാഹ് പാടില്ല. ഇതൊക്കെ അനുവദിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. അനുവദിക്കപ്പെട്ട കാര്യം വരേക്കും അവിടെ ഹറാമാക്കപ്പെടുന്നു. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു പ്രത്യേക ഹിക്മത്താണ്. അതൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കിയവർക്ക് മാത്രമാണ് അവിടെ സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്തവരിൽ പെടാൻ സാധിക്കുകയുള്ളൂ. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവർക്ക് പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആ പ്രഖ്യാപനത്തിന് അർഹപ്പെട്ടവരായി മാറാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്ന ലോക മുസ്ലിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രത്യേകതകളിൽ പെട്ടതാണ് ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ. മുമ്പിൽ വെളുത്തവൻ, മറ്റവ കറുത്തവൻ, മറ്റത് ചുവന്നവൻ, പല പല കളറുള്ളവർ, പല പല ആകൃതിയിലുള്ളവർ, പല പല ഭാഷക്കാര്, പല പല ദേശക്കാര്, എല്ലാവരും അവിടെ ഏകോദര സഹോദരന്മാരായിട്ട് തോളോട് തോളത്തുകൊണ്ട് അവര് കല്ലെറിയാൻ വേണ്ടിയും തവാഫ് ചെയ്യാൻ വേണ്ടിയും അറഫയിലും എല്ലായിടങ്ങളിലും ഒരുമിച്ച് കൂടുന്നു. അവിടെ ഒരു വ്യത്യാസവും കാണാതെയാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹു പറയുന്നു, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് പുരുഷന്മാരാക്കി സ്ത്രീകളാക്കി പല പല ദേശക്കാരാക്കി ഭാഷക്കാരാക്കി നാട്ടുകാരാക്കി മാറ്റിയത്? ആ ചാഞ്ചുകൾ പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയാണ്, പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, പരസ്പരം അറിയാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ബഹുമാനിക്കുന്നവരാരാണ്, അള്ളാഹു ആദരിക്കുന്നവരാരാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ മാത്രമാണ് നിങ്ങളിൽ നിന്നിട്ട് മാന്യന്മാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈമാനിലൂടെ, ഈ സത്യവിശ്വാസത്തിലൂടെ സത്യവിശ്വാസികളായ മുസ്ലിങ്ങളെ പണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇന്ന് വരേക്കും ഖിയാമത്ത് നാൾ വരേക്കും ഏകോദര സഹോദരന്മാരാക്കി എന്നതായ ആ പ്രത്യേകത കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പ് പറഞ്ഞതായ ഭാഗം ഇവിടെ ശ്രദ്ധേയമാണ്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. നിങ്ങൾ ഭൂമി മുഴുവൻ, ഭൂമിയിലുള്ള സർവ്വതും ചെലവഴിച്ച് പരിശ്രമിച്ച് ആശാന്ത പരിശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് അവരെ ഏകോദര സഹോദരന്മാരാക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല. അള്ളാഹുവാണ് അവരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കിയത് തൗഹീദിലൂടെ, ഏകദൈവ വിശ്വാസത്തിലൂടെ എന്ന്. അങ്ങനെയുള്ള മഹാനേട്ടം, മഹാസമ്പാദ്യം ഹജ്ജിലൂടെ നേടിയെടുക്കാനും അത് സ്ഥാപിക്കുവാനും അത് ഇസ്ലാമിന്റെ ചിഹ്നമായി പ്രകടമാക്കുവാനും ഹാജിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ഒരു ഭാഗമാണ്. പിന്നെ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന സ്മരണ അവന് വിട്ടുപോകാൻ പാടുള്ളതല്ല. ഹാജിമാരുടെ ഹജ്ജിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠമാണ്. വൈദാ ഖളൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ ഫദ്കുറുല്ലാഹ. നിങ്ങൾ ഹജ്ജ് പൂർത്തിയായി കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങളുടെ ഹജ്ജിന്റെ പ്രവർത്തനം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഇതുവരെ നിങ്ങൾ സ്മരിച്ചിട്ടില്ലേ? ഉണ്ട്, പോരാ. നിങ്ങൾ എന്ത് വേണം? ഈ അള്ളാഹിനെ സ്മരിക്കുക എന്ന, അള്ളാഹുമായി ടച്ച് ഉണ്ടാക്കുക എന്ന, അള്ളാഹുമായി ദിക്റിലൂടെ ബന്ധമുണ്ടാക്കുക എന്ന ആ ബന്ധം അത് നിങ്ങൾ നിലനിർത്തിക്കു പോകേണ്ടതാണ്. അത് സ്റ്റോപ്പാക്കാൻ പാടുള്ളതല്ല. ഭൗതികമായ നേട്ടങ്ങളും ഭൗതികമായ സമ്പാദ്യങ്ങളുമായിട്ട് നിങ്ങൾ ജീവിക്കുന്ന വേളയിൽ ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ മറന്നു പോകരുത് എന്ന് പറയും പോലെ അത് സാധാരണ നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നിങ്ങൾ ഇനിമേലിൽ അള്ളാഹുവിനെ മറക്കാൻ പാടുള്ളതല്ല. അഥവാ ഈ പുണ്യഭൂമിയിലേക്ക് കൊണ്ടുവന്ന റബ്ബ്, ഈ ഹജ്ജ് ചെയ്യാൻ ചാൻസ് തന്ന റബ്ബ്, ഈ മഹാപ്രത്യേകത നൽകിയതായ റബ്ബ്, ഈ ശ്രേഷ്ഠതയെല്ലാം നിനക്ക് നൽകിയതായ റബ്ബ്, അവനെ നീ ഇനി മറന്നു ജീവിക്കുക എന്നത് നിന്നിൽ നിന്നിട്ട് ആചാരെ ഹജ്ജുമ്മമാരെ യോജിച്ചതേ അല്ല എന്നാണ് അതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആ ആയത്തിലൂടെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈദാ ഖളൈതും മനാസികക്കും എന്ന ആയത്തിലൂടെ പഠിപ്പിച്ചതായ പാഠം. അതുപോലെ തന്നെ ഇസ്ലാമിക രൂപത്തിലുള്ളതായ തർബിയത്ത് ശരീരത്തിന് നൽകുക. ആ തർബിയത്ത് ഉൾക്കൊണ്ട്, ആ ശിക്ഷണം ഉൾക്കൊണ്ടിട്ടാണ് ഇവിടുന്ന് പോകേണ്ടത്. ഞാൻ ഇന്ന് അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഇത്തിബാഅ് അത് തൗഹീദിലൂടെ, തദ്ഹിയത്തിലൂടെ അഥവാ ഉദ്ഹിയ അർക്കലിലൂടെ, അതുപോലെ തന്നെ മറ്റു ജീവിതത്തിൽ നാം അല്ലാഹുക്ക് സമർപ്പിക്കുന്ന എല്ലാ തദ്ഹിയത്തും അതിൽ ഉൾക്കൊള്ളുന്നതാണ്. മദീന ഇമാമ് കൂട്ടിച്ചേർത്ത പല കാര്യങ്ങൾ വേറെയുമുണ്ട്. അതിൽപ്പെട്ടതാണ് അറഫ ദിവസത്തിൽ പ്രത്യേകിച്ച് ഹജ്ജിന് വേണ്ടി പോകാത്തവരെ സംബന്ധിച്ചിടത്തോളം അറഫ നോമ്പ് പോലത്തതായ സൽക്രമങ്ങളും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ അള്ളാഹിന്റെ ദിവസങ്ങളിൽ ഈ ദിവസങ്ങൾ ചെയ്യുന്ന അമൽ പോലെയുള്ള ദിവസം ചെയ്യാൻ സാധിക്കുന്നതേ അല്ല എന്ന് അശറത്തുൽ ഹജ്ജയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് സഹിഹ് ഹദീസിൽ കൂടി വന്നതാണ്. അഥവാ ദുൽ ഹജ്ജ് മാസം 10 ദിവസങ്ങളിൽ ചെയ്യുന്നതായ അമൽ പോലെയുള്ളതായ അമൽ ആരും
എവിടെയും എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നതല്ല. അത്രയും പ്രത്യേകതയുള്ളതായ ദിവസങ്ങളാണ് ആ ദിവസമെന്ന് പറഞ്ഞതിനെ കുറിച്ചും മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അത് പ്രത്യേകിച്ച് ഹാജിമാർക്ക് വേണ്ടി മാത്രമല്ല, ഹജ്ജിന് വേണ്ടി വരാൻ ചാൻസ് കിട്ടാത്തവർക്ക് വേണ്ടിയും ലോകത്തിന്റെ നാനാതുറകളിലും മുക്കിലും മൂലയിലും ജീവിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടിയും അദ്ദേഹം ഉണർത്തിയതായ ഭാഗമാണ്. അത്തരം കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതായ ആഴ്ചകളിലും നമുക്ക് വിശദമായി കേൾക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇതുവരെ കേട്ടതിൽ നിന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും പ്രത്യേകിച്ചും നമുക്കും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവന് മാത്രം നേർച്ചയാക്കി അറത്ത് അവന് മാത്രം ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഹാജിമാർക്ക് അങ്ങനെയുള്ളതായ ആദർശത്തെ, അങ്ങനെയുള്ളതായ ആശയത്തെ, അങ്ങനെയുള്ളതായ തൗഹീദിനെ ഉൾക്കൊണ്ടു പോകാൻ ഹജ്ജിലൂടെ അല്ലാഹു ലോക മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഹജ്ജിന് വേണ്ടി വരുന്നതായ ഹാജിമാർക്ക് പ്രത്യേകിച്ച് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ. സ്വീകാര്യമായ ഹജ്ജ് ചെയ്തു പോകാനുള്ളതായ ഭാഗ്യം ഹാജിമാർക്ക് നീ നൽകണേ രക്ഷിതാവേ. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ ചാൻസ് കിട്ടാത്തവർക്ക് ഈ പുണ്യഭൂമിയിലേക്ക് വരാനുള്ളതായ തൗഫീഖ് നൽകണേ രക്ഷിതാവേ. അതുപോലെ തന്നെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതായ സഹോദരിമാർക്ക് അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണ രക്ഷിതാവേ. കടങ്ങളെ വീട്ടണ രക്ഷിതാവേ. രോഗങ്ങളെ മാറ്റണ രക്ഷിതാവേ. സന്താനമില്ലാത്തവർക്കും ഉള്ളവർക്കും സാലിഹായ സന്താനങ്ങളെ നൽകണ രക്ഷിതാവേ. ഇണകളില്ലാത്തവർക്ക് സാലിഹങ്ങളായ ഇണകൾ നൽകണ രക്ഷിതാവേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.